സായാഞ്ജലി ഭാഗം 6. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ സായിയുടെ മനസ്സിൽ അവൻ ആരായിരിക്കും? മഹി പറഞ്ഞതുപോലെ വല്ലതുമായിരിക്കുമോ എന്നൊരു സംശയമുണ്ടായി. അവളെ അവിടെ ഇറക്കി വിട്ടതിനു ശേഷം ആ ചെറുപ്പക്കാരൻ പോയി. സായി ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഹേ ബ്രദർ അവനെ സാധ്യതയുള്ളൂ എന്ന് സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് സായി ആ കടയിലേക്ക് ചെന്നു. സായിയെ കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു. സായി തിരിച്ചും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഹലോ, ഏത് പൂവാണ് വേണ്ടത്? അവൾ ചോദിച്ചു. എനിക്ക് മുന്നിൽ ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്ന പൂക്കളിലേക്ക് നോക്കിക്കൊണ്ട് ജറബറ മതി. ഈ ഒരു ബണ്ടിലാണോ വേണ്ടത്? ജറബറയുടെ ഒരു ബണ്ടിലിലേക്ക് നോക്കി അവൾ ചോദിച്ചു. നോ, ഈ കൂടെ മുഴുവൻ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സായി പറഞ്ഞു. അത്രയും പൂക്കൾ ഓർഡർ ചെയ്തത് കണ്ടപ്പോൾ ഇത്രയും പൂക്കൾ എന്തിനായിരിക്കും? ചിലപ്പോൾ വല്ല ഡെക്കറേഷൻ ചെയ്യുന്ന ആളായിരിക്കും എന്നവൾ ചിന്തിച്ചുകൊണ്ട് അവൾ പൂക്കളെടുത്ത് പാക്ക് ചെയ്യാൻ തുടങ്ങി. പൂക്കൾ ഭംഗിയായി പാക്ക് ചെയ്യുന്ന അവളെ തന്നെ സായി നോക്കി നിന്നു. അവളോടുള്ള പ്രണയത്തിൻ്റെ തിളക്കം സായിയുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. മനസ്സിലെ സന്തോഷം അവൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. അവൻ തന്നെ ഇങ്ങനെ നോക്കുന്നത് അവൾ ഇടം കണ്ണിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ അത് കാണാത്ത പോലെ നിന്നു. ആരെയും ആകർഷിപ്പിക്കാൻ കഴിയുന്ന അവളുടെ കണ്ണുകളിലേക്ക് സായി നോക്കി. ആ കണ്ണുകളിൽ ആരെയും കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രണയം എനിക്കുള്ളതല്ലേ? സായി ആത്മഗതം പറഞ്ഞു. എന്താ എന്താ പറഞ്ഞത്? അവൾ ചോദിച്ചു. ഹേ, ഞാനൊന്നും പറഞ്ഞില്ല. പതർച്ചയോടെ സായി പറഞ്ഞു. ഇതാ പൂക്കൾ, 4600. എന്താ? 4600 രൂപ. ആ, ഓക്കെ. സായി പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് അവൾക്ക് കൊടുത്തു. യു ആർ ആസ് ബ്യൂട്ടിഫുൾ ആസ് ദിസ് ബ്ലൂംഡ് ഫ്ലവേഴ്സ്. സായി മനോഹരമായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇയാളുടെ പേരെന്താ? സായി ചോദിച്ചു. താൻ പോയേ. ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ചതാടോ. എൻ്റെ പേര് സായി. തൻ്റെ കടയിലെ പൂക്കൾ നല്ല ഫ്രഷ് ആയിരിക്കുന്നു. എനിക്ക് ഡെയിലി കുറച്ച് പൂക്കൾ വേണം. രാവിലെ 5 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 4 തൊട്ട് 7 വരെയും കട ഓപ്പൺ ആയിരിക്കും. അവൾ പരുക്കഭാവത്തിൽ പറഞ്ഞു. ഓക്കെ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഈ കൂടെ ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് സായി പോയി. വണ്ടിയുമായി സായി എത്തി. നാളെ വരാം എന്ന് പറഞ്ഞ് സായി പൂക്കൂടെ എടുത്ത് വണ്ടിയിൽ വെച്ചു. അവൾ തലയാട്ടി. അവളുടെ കാതുകളിൽ തൂങ്ങിക്കിടക്കുന്ന കമ്മലുകളുടെ ശബ്ദം സായി ശ്രദ്ധിച്ചു. തൂങ്ങിക്കിടക്കുന്ന പൂമാലകൾക്കിടയിലൂടെ സായി പോകുന്നത് അവൾ നോക്കി. കുസൃതി കലർന്നൊരു പുഞ്ചിരിയോടെ അവൾ തന്നെ നോക്കുന്നത് സായി ഫ്രണ്ട് മിററിലൂടെ കണ്ടു. ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു വ്യക്തിയോട് എങ്ങനെയാണ് പ്രണയം തോന്നുന്നത് എന്നെപ്പോഴും ഞാൻ അതിശയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരത്ഭുതമാണ് പ്രണയം എന്ന് സായി ചിന്തിച്ചു. പൂക്കൂടയുമായി സായി ഓഫീസിൽ വന്നത് കണ്ട് ഇതെന്താണ് സാർ പൂക്കളൊക്കെ ആയിട്ട്? ആനന്ദ് ചോദിച്ചു. അത് പിന്നെ ഇനി നമ്മുടെ ഓഫീസിൽ എന്നും നിറയെ പൂക്കൾ വെക്കണം. പൂക്കൾ നമ്മുടെ മൈൻഡിനെ വളരെയധികം റിഫ്രഷ് ചെയ്യാൻ സഹായിക്കും. പൂക്കളുടെ സുഗന്ധവും നിറവുമെല്ലാം നമ്മളെ വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് ഇനി എന്നും ഇവിടെ പൂക്കൾ വെക്കാമെന്ന് തീരുമാനിച്ചു. അതിന് ജറബറയ്ക്ക് അങ്ങനെ മണമൊന്നും ഇല്ലല്ലോ? ആനന്ദ് ചോദിച്ചു. അത് മണമൊന്നുമില്ലെങ്കിൽ എന്താ, നല്ല ഭംഗിയല്ലേ കാണാൻ? ഓക്കെ, എങ്കിൽ നമുക്ക് ആ ബ്ലൂംസ്കേപ്പിലെ സതീഷിനെ വിളിച്ച് ഡെയിലി ഇവിടെ പൂക്കൾ കൊണ്ടുവന്ന് തരാൻ പറയാം. അത് വേണ്ട, ഞാൻ തന്നെ വാങ്ങിച്ചോളാം. സായിയുടെ സംസാരത്തിലെ പരുങ്ങൽ ആനന്ദ് ശ്രദ്ധിച്ചു. ഓക്കെ സാർ, ആനന്ദ് പറഞ്ഞു. ഓ സോറി ആനന്ദ്, എൻ്റെ കാറിൽ അച്ചമ്മ നിങ്ങൾക്കുള്ള പായസമാക്കി തന്നിട്ടുണ്ട്. അതെടുത്ത് നിങ്ങൾ എല്ലാവരും കഴിച്ചോളൂ എന്ന് പറഞ്ഞ് സായി കാറിൻ്റെ ചാവി ആനന്ദിന് കൊടുത്തു. സായി ഓഫീസ് റൂമിൽ പോയിരുന്നു. സാറിന് ഇതെന്തു പറ്റി? പെട്ടെന്ന് പൂക്കളോട് ഇത്രയും ഇഷ്ടം തോന്നാൻ? അതുമല്ല, സാറിന് നല്ല സ്റ്റൈലായിട്ടുണ്ട്. സ്റ്റാഫ് ശൈലജ ആനന്ദിനോട് ചോദിച്ചു. എനിക്കും അതേ സംശയം തന്നെയാണ്. എന്തായാലും വഴിയേ അറിയാം. ഞാൻ പോയി പായസം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ആനന്ദ് പോയി. സായി അവളെ കണ്ട വിവരം പറയാനായി മഹിമയെ വിളിച്ചു. സായിയുടെ കോൾ കണ്ടതും മഹിമ ആവേശത്തോടെ അറ്റൻഡ് ചെയ്തു. ഏട്ടാ, എന്തായി? കണ്ടോ? കണ്ടു. എന്നിട്ട് പറ, പേര് ചോദിച്ചോ? പേരൊക്കെ ചോദിച്ചു, പക്ഷെ പറഞ്ഞില്ല. സായി അവളെ കണ്ടതിന് ശേഷമുള്ള എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞതും ഏട്ടാ,
അവൻ ബ്രദർ തന്നെ ആയിരിക്കുമോ? ചിലപ്പോൾ മുറച്ചെറുക്കനാണെങ്കിലോ? ഹേയ്, അതൊന്നുമല്ല, ബ്രദർ തന്നെയാണ്. അത് ഏട്ടൻ എങ്ങനെ മനസ്സിലായി? നീ ചുമ്മാ ആളെ പേടിപ്പിക്കല്ലേ. ഇനി അഥവാ മുറച്ചെറുക്കനാണെങ്കിൽ തന്നെ എന്താ, എനിക്ക് പ്രേമിച്ചൂടെ? സായി പറഞ്ഞു. ഓ, ഇത്രയൊക്കെ ധൈര്യമായോ? ഏട്ടാ, നാളെ ഞാനും വരട്ടെ, എനിക്കും കാണാം ആ കുട്ടിയെ. നീയൊന്നും ഇപ്പോൾ വരണ്ട, ആദ്യം പേരെങ്കിലും ഞാനൊന്ന് മനസ്സിലാക്കട്ടെ, എന്നിട്ട് മതി. ആ, ഓക്കെ മഹി, ഞാൻ പിന്നെ വിളിക്കാം, ഓഫീസിലെത്തിയതേ ഉള്ളൂ, വർക്കുണ്ട് എന്ന് പറഞ്ഞ് സായ് കോൾ കട്ട് ചെയ്തു. സായ് തൻ്റെ മുറിയിൽ പൂക്കളെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചു. ബാക്കി പൂക്കൾ ആനന്ദിനെ ഏൽപ്പിച്ചു. എല്ലായിടത്തും വെക്കാൻ പറഞ്ഞു. സായിയുടെ വീട്ടിൽ സുമലതയും വസുമതിയും ചേർന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണമെല്ലാം ഒരുക്കി. അനുരാധയും മഹിമയും ഗാർഡനിലെ ഊഞ്ഞാലിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. സായ് ബിസിനസ്സിലേക്ക് ഇറങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അവൻ്റെ ആഗ്രഹം തന്നെ വേറെ ആയിരുന്നില്ലേ? സായ് മുരളി അങ്കിളിൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വിശ്വാസമേ വന്നില്ല. അനുരാധ പറഞ്ഞു. ഏട്ടനൊരു സയൻറ്റിസ്റ്റ് ആവണം എന്ന് തന്നെയായിരുന്നു. അങ്ങനെയാണല്ലോ പൂനെയിൽ പഠിക്കാൻ പോയതും. പക്ഷേ പെട്ടെന്നായിരുന്നു ഏട്ടൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ. ബിസിനസ്സിലെ നഷ്ടം അച്ഛനെ വല്ലാതെ തളർത്തി. എല്ലാം വിൽക്കാൻ അച്ഛൻ ഒരുങ്ങിയപ്പോഴാണ് അമ്മ സായി ഏട്ടനോട് പഠിത്തം നിർത്തി അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ പറഞ്ഞത്. അച്ഛനും അച്ഛമ്മയും ഒക്കെ പറഞ്ഞു, വേണ്ട, അവനെ കൊണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അമ്മയ്ക്ക് അത്രയും വിശ്വാസമുണ്ടായിരുന്നു ഏട്ടനിൽ. അമ്മയുടെ വിശ്വാസം ഏട്ടൻ തെറ്റിച്ചില്ല. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇന്ന് കാണുന്ന നിലയ്ക്ക് ഏട്ടൻ വളർന്നു, അഭിമാനത്തോടെ മഹിമ പറഞ്ഞു. വീട്ടിൽ എപ്പോഴും അച്ഛൻ സായിയെക്കുറിച്ച് പറയും. അച്ഛന് വലിയ ഇഷ്ടമാണ് സായിയെ. അവൻ്റെ ഓരോ ഇൻ്റർവ്യൂസും മാഗസിൻ റിപ്പോർട്ടും ഒക്കെ ഇരുന്ന് കാണും. ചേച്ചി ഡൽഹിയിലേക്ക് 10th പഠിക്കുമ്പോഴല്ലേ പോയത്? പിന്നെ ഇപ്പോഴല്ലേ നാട്ടിലേക്ക് വരുന്നത്? മഹിമ ചോദിച്ചു. അന്നെനിക്ക് വലിയ സങ്കടമായിരുന്നു നിങ്ങളെയൊക്കെ വിട്ടിട്ട് പോകുന്നതോർത്ത്. ഒരു കുട്ടിയായി വളരുന്നതിൻ്റെ വിഷമം ഒഴിവാക്കാൻ വേണ്ടിയാണ് പാരൻസിൻ്റെ കൂടെ നിൽക്കാതെ അമ്മയുടെ തറവാട്ടിൽ നിന്ന് പഠിച്ചതുപോലും. പക്ഷേ 10th കഴിഞ്ഞപ്പോൾ ഹയർ സ്റ്റഡീസ് അച്ഛന് നിർബന്ധമായിരുന്നു ഡൽഹിയിൽ തന്നെ വേണമെന്ന്. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധത്തിലാണ് അവരോടൊപ്പം ഡൽഹിയിലേക്ക് പോയത് തന്നെ. പിന്നെ പോയി അവിടുത്തെ സാഹചര്യമായി, പഠനമായി, അങ്ങനെ വർഷങ്ങൾ ഇങ്ങ് കടന്നുപോയി. അതിനിടയിൽ ഒരു തവണ വിദ്യയുടെ കല്യാണത്തിന് വന്നു. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് നേരിൽ കണ്ടത്. ചേച്ചിക്കും ഇപ്പോൾ ഏട്ടനെ പോലെ ബിസിനസ് ചെയ്യണം എന്നാണല്ലേ ഗോപി അങ്കിൾ പറഞ്ഞു. ആദ്യമൊന്നും തോന്നിയിരുന്നില്ല. സായിയുടെ വളർച്ചയും ഇൻ്റർവ്യൂസും ഒക്കെ ഞാനും അച്ഛനോടൊപ്പം ഇരുന്ന് കാണും. അങ്ങനെ എനിക്കും ചെറിയൊരു താല്പര്യം തോന്നി തുടങ്ങി ബിസിനസ്സിൽ. പിന്നെ സീരിയസ് ആയി ചിന്തിച്ചു, എന്തുകൊണ്ടൊരു ബിസിനസ് ചെയ്തുകൂടാ? അപ്പോൾ സായി ഏട്ടനാണ് ചേച്ചിയുടെ ഇൻഫ്ലുവൻസർ. അങ്ങനെയും പറയാം, അനുരാധ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു.